മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ ഞാൻ എല്ലാവർക്കും അറിയാതെ വാട്ടിയതൊക്കെ പിടിച്ചിരുന്നു, അത് കട്ടായിപ്പോയി മക്കളെ. പിന്നെ എപ്പോഴും കാണണമല്ല നിങ്ങൾ, അതുകൊണ്ട് പിന്നെ ഞാൻ പിടിക്കുന്നില്ല എന്ന് വിചാരിച്ച് മതി ഉള്ളത് ഇടാലോ വിചാരിച്ച്. മുളക്, മല്ലിപ്പൊടി ഇട്ടില്ല കേട്ടോ. മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പെരുംജീരകം, പിന്നെ ലേശം ഉലുവപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് വാട്ടി, തക്കാളി ഇട്ട് വാട്ടി നമ്മൾ ഇറച്ചിട്ട് കൊടുത്ത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് നല്ല ഇത്തിരി ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതിൽ ഞാൻ ഇത്തിരി ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല തിളക്കണ വെള്ളമാണ്. ഇതിൽ കിടന്നതൊന്ന് നല്ലോണം വെന്ത് കിട്ടട്ടെ മക്കളെ. മുളകിടാനാണ് കേട്ടോ. ഇത് 2 ഉരുളക്കിഴങ്ങ് കഴിയിടണം. നമ്മളെ കറി നല്ലവണ്ണം പറിച്ചു, നല്ല പറിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ കണ്ടാക്കി കൊത്തിയതാണ്, മുരിയർച്ചിട്ടം കൊത്തുമ്പോൾ. ഇതിലേക്ക് നമുക്ക് ലേശം ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്തു. ഇവിടെ പാത്തൂൻ്റെ ഏട്ടന്മാർക്ക്, പാത്തൂൻ്റെ ഏട്ടത്തിക്ക് എല്ലാവർക്കും ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ടത്. ഉള്ളി, കറുവപ്പട്ട, ഏലക്കായ്, ഉപ്പ്, വെള്ളം എല്ലാം ചേർത്ത് തിളച്ചു. നമ്മളിതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നു. നെയ്ച്ചോറിന് അരി ഇട്ട് കൊടുത്തു. അത് ഒന്ന് തിളക്കട്ടെ. നല്ലോണം മൂടിയിട്ട് വെന്താൽ നെയ്ച്ചോറിൻ്റെ അരി ചോറായി കേട്ടോ. അപ്പം നെയ്ച്ചോറും ഇറച്ചിക്കറിയുമാണ് ഇന്ന് ഉച്ചക്കലത്തെ സാപ്പാട്. ഓക്കെ മക്കളെ, പിന്നെ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളച്ചു. ഇതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നു. മല്ലിച്ചപ്പും കരിവേപ്പിലും ഇട്ട് കൊടുത്ത് ഇന്നത്തെ നമ്മളെ നെയ്ച്ചോറും കോഴിക്കറിയും റെഡിയായി. വാവ്, അടിപൊളി അടിപൊളി. ഇതും കൂട്ടി നെയ്ച്ചോറ്റിലാണ്ട് ഒഴിച്ച് കൂട്ടാൻ വാവ്, അടിപൊളിയാട്ടോ. വേറെന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ. സുഖം, സമാനം, സന്തോഷം ഉണ്ടായിരിക്കട്ടെ. ആയുസ്സും ആരോഗ്യം ദീർഘായുസ്സും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ നമ്മളതാ നെയ്ച്ചോറ് റെഡിയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ മക്കളെ, ബായ്. ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യൂ, മറക്കല്ലേ. ഉമ്മാനെ 8 മണിക്കാണ് ഇന്ന് എൻ്റെ ലൈവ് ഉള്ളത്.